ഹായ് ഓൾ, എല്ലാവർക്കും ഹൈ ഹോപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് വെർണലൈസേഷൻ ആൻഡ് ഫോട്ടോ പീരിയോഡിസം. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് വെർണലൈസേഷൻ? പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ലോ ടെമ്പറേച്ചേഴ്സ് പ്രൊമോട്ട്സ് ഫ്ലവറിംഗ്. ചില ക്രോപ്സ് ഫ്ലവർ ചെയ്യണമെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോ ടെമ്പറേച്ചർ കിട്ടണം, എങ്കിൽ മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് ലോ ടെമ്പറേച്ചർ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഫ്ലവർ ചെയ്യുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ വെർണലൈസേഷൻ എന്ന് പറയുന്നത്. വെർണലൈസേഷൻ വഴി ഫ്ലവർ ചെയ്യുന്ന ചില ക്രോപ്സ് ആണ് വീറ്റ്, ബാർലി, അതുപോലെ റൈ. ഓക്കെ, സോ ഇൻഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് ബൈ എക്സ്പോഷർ ടു പ്രൊലോങ്ഡ് കോൾഡ് ആണ് വെർണലൈസേഷൻ. ഇനി എന്തൊക്കെ മെക്കാനിസംസ് ആണ് വെർണലൈസേഷനിലുള്ളത്? പെർസെപ്ഷൻ ഇൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. എക്സാമ്പിൾ ഷൂട്ട് എപ്പിസിസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഷൂട്ട് എപ്പിസിസ് എന്തായിട്ട് മോഡിഫൈ ചെയ്യും? ഫ്ലോറൽ മെരിസ്റ്റമായിട്ട് മോഡിഫൈ ചെയ്യും. അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എവിടെയാണ് കാണുന്നത്? ഷൂട്ടിൻ്റെ അപ്പെക്സിലാണ്. ആ ഷൂട്ട് അപ്പെക്സിൽ ഇനി എന്തുണ്ടാകണം? ഫ്ലവർ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് ഷൂട്ട് അപ്പെക്സ് എന്തായിട്ട് മാറുന്നു? ഫ്ലോറൽ മെരിസ്റ്റമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പം വെർണലൈസേഷന് വിധേയമായി കഴിയുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോൾഡ് കിട്ടിക്കഴിയുമ്പോൾ ചില ക്രോപ്സിൽ എന്ത് കാണിക്കും? ഫ്ലവറിങ്ങും കാണിക്കും. ആ സമയത്ത് അവരുടെ ഷൂട്ട് എപ്പെക്സ് മോഡിഫൈ ചെയ്തിട്ട് ഫ്ലോറൽ മെരിസ്റ്റമായിട്ട് മാറുന്നു. അപ്പോൾ എവിടെയാണ് ഈ ഒരു പെർസെപ്ഷൻ, ഈ ഒരു ലോ ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമ്പം എവിടെയാണ് അതിൻ്റെ പെർസെപ്ഷൻ നടക്കുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, അതായത് ഷൂട്ട് എപ്പെക്സിലാണ്. ഓക്കെ, ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് വെർണലൈസേഷൻ 1 ഓർ VRN1. VRN1 പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? വെർണലൈസേഷന് ശേഷം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ് ടെമ്പറേച്ചർ കിട്ടിക്കഴിയുമ്പോൾ ഫ്ലവറിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യിക്കുന്ന ഒരു പ്രോട്ടീനാണ് VRN1. ഓക്കെ, ഇനി കോൾഡ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ് അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ കിട്ടിക്കഴിയുമ്പം അവരെന്ത് ചെയ്യുന്നു? റിപ്രസസ് ഫ്ലവറിങ് ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് ഫ്ലവറിങ് ലോക്കസ് സി ഓർ FLC. എന്ന് പറഞ്ഞാൽ എന്താണ്? FLC ജീൻ എന്ന് പറഞ്ഞാൽ, അതായത് ഫ്ലവറിങ് ലോക്കസ് സി എന്ന് പറഞ്ഞ ജീനിൻ്റെ ഫങ്ഷൻ ഫ്ലവറിങ്ങിനെ റിപ്രസ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ FLC ജീൻ എന്ത് ചെയ്യത്തില്ല? ഫ്ലവറിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഫ്ലവറിങ് സാധ്യമാക്കത്തില്ല. അപ്പം അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സാധ്യമാക്കാത്തത്? കറക്റ്റ് ടൈമിലാണ് ഒരു പ്ലാന്റ് ഫ്ലവർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം എത്തുന്നിടം വരെ FLC ജീൻ എന്ത് ചെയ്യുന്നു? ഫ്ലവറിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ് ടെമ്പറേച്ചർ കിട്ടിക്കഴിയുമ്പോൾ ഈ കോൾഡ് എന്തിനെ റിപ്രസ് ചെയ്യുന്നു? FLC ജീനിനെ, ഫ്ലവറിങ് ലോക്കസ് സി ജീനിനെ റിപ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് നടക്കും? ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് വെർണലൈസേഷന് ശേഷം മാത്രമേ ഫ്ലവറിങ് നടക്കാവുള്ളൂ. സോ അതിനു മുമ്പിലെ ഫ്ലവറിങ് ലോക്കസ് സി ജീൻ എന്ത് ചെയ്തിരുന്നു? ഫ്ലവറിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്തിരുന്നു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ് കിട്ടിക്കഴിയുമ്പം ഈ കോൾഡ് എന്ത് ചെയ്യുന്നു? ഈ ഇൻഹിബിറ്ററി ജീനിനെ റിപ്രസ് ചെയ്യുന്നു. സോ അതുവഴി ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ വെർണലൈസേഷൻ. വെർണലൈസേഷന് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 to 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി ഏജ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഇൻ ജുവനൈൽ പ്ലാന്റ്സ് ആണ്. അതായത് ജുവനൈൽ സ്റ്റേജിലുള്ള പ്ലാന്റ്സിലാണ് വെർണലൈസേഷൻ ഇഫക്റ്റീവ് ആകുന്നത്. ഇനി ഏതാണ് പെർസെപ്ഷൻ്റെ സൈറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാണ്? ഷൂട്ട് അപ്പെക്സ് അല്ലെങ്കിൽ എംബ്രിയോണിക് ടിഷ്യൂസ് അഥവാ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് സൈറ്റ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ, എത്ര ഡ്യൂറേഷൻ വേണമെന്നുള്ളത് ഓരോ സ്പീഷീസിലും വേരി ചെയ്യുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് വെർണലൈസേഷൻ. എന്താണ് വെർണലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ്? സിങ്ക്രണൈസസ് ഫ്ലവറിംഗ് ആൻഡ് സീഡ് പ്രൊഡക്ഷൻ. ഫ്ലവറിങ്ങിനെയും സീഡ് പ്രൊഡക്ഷനെയും സിങ്ക്രണൈസ് ചെയ്യിക്കുന്നു. പ്രിവെൻസ് പ്രീമച്വർ ഫ്ലവറിംഗ് ഓർ ബോൾട്ടിംഗ്. അതായത് ഒരു പ്ലാന്റ് ഫ്ലവർ ചെയ്യേണ്ടത് അത് വെജിറ്റേറ്റീവ്ലി നല്ലപോലെ ഗ്രോ ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പം അതിന് മുമ്പിലെ ഫ്ലവർ ചെയ്തെങ്കിൽ എന്താണ്? അതിൻ്റെ ഈൽഡ് കുറയും. ഓക്കെ, അങ്ങനെ
പ്രീമച്ചുർ ഫ്ലവറിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നു. ആര്? വെർണലൈസേഷൻ. ഓക്കെ, എക്സാമ്പിൾസ് ആണ് വിന്റർ വീറ്റ്, ബാർലി, റൈ തുടങ്ങിയ ക്രോപ്സ്. റോൾ ഇൻ ബൈനിയൽ പ്ലാന്റ്സ്. എന്താണ് ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ 2 ഇയർ ലൈഫ് സൈക്കിൾ ഉള്ള പ്ലാന്റ്സ് ആണ് ബൈനിയൽ. 2 വർഷമായിരിക്കും അവരുടെ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അവരെന്താ ചെയ്യുന്നത്? ആ പ്ലാന്റ് വെജിറ്റേറ്റീവ്ലി ഗ്രോ ചെയ്യുവാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിലായിരിക്കും അവർ ഫ്ലവർ ചെയ്യുന്നത്. ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 വർഷം ലൈഫ് സൈക്കിൾ ഉള്ളവനാണ്. ഫസ്റ്റ് ഇയറിലാണ് അവർ ഗ്രോ ചെയ്യുക. സെക്കൻഡ് ഇയറിൽ എന്ത് ചെയ്യുള്ളൂ? ഫ്ലവർ ചെയ്ത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പം ഇവിടെ എന്താണ് വെർണലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ തന്നെ അത് ഫ്ലവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫ്ലവർ ചെയ്തെങ്കിൽ അതിൻ്റെ ഈൽഡ് കുറയും. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫസ്റ്റ് ഇയറിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ് ടെമ്പറേച്ചർ കിട്ടും. അതായത് വെർണലൈസേഷൻ നടക്കും. അതിനുശേഷം സെക്കൻഡ് ഇയറിൽ സ്പ്രിംഗ് സീസണൊക്കെ ആകുമ്പോഴാണ് ഇവർ ഫ്ലവർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ വിൻ്റർ സീസണിൽ അവരുടെ ഫസ്റ്റ് ഇയറിൽ വിൻ്റർ സീസണിൽ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ് ടെമ്പറേച്ചർ കിട്ടുന്നു. അതുവഴി സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കുമാണ് അവർ എന്ത് ചെയ്യുക? ഫ്ലവർ ചെയ്യുക. ഓക്കെ, അപ്പം അത്തരം പ്ലാന്റ്സ് ആണ് ബൈനിയൽ പ്ലാന്റ്സ്. 2 ഇയർ ലൈഫ് സൈക്കിളാണ് അവർക്കുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് ഷുഗർ ബീറ്റ്, കാബേജ് ആൻഡ് ക്യാരറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വെർണലൈസേഷൻ ഇവരിൽ എന്ത് ഉറപ്പ് വരുത്തുന്നു? പ്രീമച്ചുർ ആയിട്ട് ഫ്ലവർ ചെയ്യുന്നില്ല. അതായത് ഫസ്റ്റ് ഇയറിൽ തന്നെ ഫ്ലവർ ചെയ്തെങ്കിൽ അത് പ്രീമച്ചുർ ഫ്ലവറിംഗ് ആണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സോ ഫസ്റ്റ് ഇയറിൽ ഇവർക്ക് എന്ത് കിട്ടുന്നു? കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെർണലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നതിന് ശേഷം സെക്കൻഡ് ഇയറിലാണ് ഇവർ എന്ത് ചെയ്യുള്ളൂ? ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇവർ നല്ല സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യുകയും അതുപോലെ ഇവരുടെ റൂട്ട് സിസ്റ്റം ഒക്കെ വളരെ സ്ട്രോങ് ആയി മാറി സെക്കൻഡ് ഇയറിൽ ഫ്ലവറിങ് നടക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫോട്ടോ പീരിയോഡിസം. എന്താണ് ഫോട്ടോ പീരിയോഡിസം? റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ദി ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഡേ ലെങ്തിനോടും നൈറ്റ് ലെങ്തിനോടും അല്ലെങ്കിൽ എന്താണ് ഡാർക്ക്നെസ്സിൻ്റെ ആ ഒരു ഡ്യൂറേഷനോടും അതുപോലെ ലൈറ്റിൻ്റെ ഡ്യൂറേഷനോടും പ്ലാന്റ്സ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആ ഒരു ഫിനോമിനനാണ് ഫോട്ടോ പീരിയോഡിസം. ഓക്കെ, ഫോട്ടോ പീരിയോഡിസം കാണുന്ന ചില എക്സാമ്പിൾസ് ആണ് റൈസ് അതുപോലെ ക്രൈസാന്തിമം. എന്താണ് ഫോട്ടോ പീരിയോഡിസത്തിൻ്റെ ഇമ്പോർട്ടൻസ്? ഇറ്റ് റെഗുലേറ്റ്സ് ഫ്ലവറിംഗ്, റീപ്രൊഡക്ഷൻ ആൻഡ് ക്രോപ്പ് ഈൽഡ്. ഫ്ലവറിങ്ങിനെയും റീപ്രൊഡക്ഷനെയും അതുപോലെ ആ ഒരു ക്രോപ്പിൻ്റെ ഈൽഡിനെയും എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഫോട്ടോ പീരിയോഡിസം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോ പീരിയോഡിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ദി ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഡേ ലെങ്തിനോടും നൈറ്റ് ലെങ്തിനോടും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഡേ ലെങ്ത് അല്ലെങ്കിൽ ഡേ ഡ്യൂറേഷൻ മാത്രമല്ല, ഡാർക്ക്നെസ്സിൻ്റെ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂറേഷനും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനോട് പ്ലാന്റ്സ് കാണിക്കുന്ന റെസ്പോൺസ് ആണ് ഫോട്ടോ പീരിയോഡിസം. ഫോട്ടോ പീരിയോഡിസം നമുക്ക് 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ലോങ് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് നോക്കാം. ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെയുണ്ട്, ഫ്ലവർ വെൻ ഡേയ്സ് ആർ ഷോർട്ടർ. ഡേ ലെങ്ത് കുറവായിരിക്കുമ്പോൾ ഫ്ലവർ ചെയ്യുന്നതാണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഡേ ലെങ്ത് ഷോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഡാർക്ക്നെസ്സിൻ്റെ ഡ്യൂറേഷൻ അഥവാ നൈറ്റ് ഡ്യൂറേഷൻ എന്താണ്? കൂടുതലായിരിക്കും അല്ലേ? ഷോർട്ട് ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് നൈറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഷോർട്ട് ഡേ ഉള്ളപ്പോൾ അഥവാ ഡാർക്ക്നെസ് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂറേഷൻ കൂടുതലുള്ളപ്പോൾ ഫ്ലവർ ചെയ്യുന്നവരാണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. അതിന് എക്സാമ്പിളാണ് റൈസ്. ഓക്കെ, ഇനി എന്താണ് ലോങ് ഡേ പ്ലാന്റ്സ്? ഫ്ലവർ വെൻ ഡേയ്സ് ആർ ലോങ്ങർ. ഡേ ലെങ്ത് അല്ലെങ്കിൽ ലൈറ്റ് കൂടുതലുള്ളപ്പോൾ ഫ്ലവർ ചെയ്യുന്നവരാണ് ലോങ് ഡേ പ്ലാന്റ്സ്. അഥവാ നമുക്ക് എന്തു പറയാം? ഡാർക്ക്നെസ്സിൻ്റെ പീരീഡ് എന്തായിരിക്കും? ഷോർട്ടായിരിക്കും. ഷോർട്ട് പീരീഡ് ഓഫ് ഡാർക്ക്നെസ് ആണ്, അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂറേഷൻ കുറവുള്ളപ്പോൾ ഫ്ലവർ ചെയ്യുന്നവരാണ് ലോങ് ഡേ പ്ലാന്റ്സ്. എന്താണ് എക്സാമ്പിൾ? വീറ്റ്. ഓക്കെ,
ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവർ ഇർറെസ്പെക്റ്റീവ് ഓഫ് ഡേ ലെങ്ത്. അവർക്ക് ഡേയുടെ ലെങ്തോ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂറേഷനോ ഒന്നും ഒരു പ്രശ്നമല്ല. ഇതിനെ ഒന്നും നോക്കിയിട്ടല്ല അവർ ഫ്ലവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ നമ്മൾ ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മീനിങ് മനസ്സിലാക്കുക. ഷോർട്ട് ഡേ എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു മീനിങ് കൂടി ഉണ്ട്. എന്താണ്? ലോങ് പീരീഡ് ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, അപ്പൊ ലോങ് പീരീഡ് ഓഫ് ഡാർക്ക്നെസ് കിട്ടുമ്പോൾ ഫ്ലവർ ചെയ്യുന്നവരാണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. എന്താണ് ലോങ് ഡേ പ്ലാന്റ്സ്? ഡാർക്ക്നെസിന്റെ ഡ്യൂറേഷൻ കുറവായിരിക്കും. ഷോർട്ട് പീരീഡ് ഓഫ് ഡാർക്ക്നെസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നൈറ്റിന്റെ ഡ്യൂറേഷൻ കുറവുള്ളപ്പം ഫ്ലവർ ചെയ്യുന്നവരാണ് ലോങ് ഡേ പ്ലാന്റ്സ്. എക്സാമ്പിൾ വീറ്റ്. ഓക്കെ, ഇനി ഫോട്ടോ പീരിയോഡിസത്തിന്റെ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ലീവ്സ് ആണ്. നേരത്തെ നമ്മൾ കണ്ടു വെർണലൈസേഷന്റെ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഷൂട്ട് അപ്പെക്സ് ആയിരുന്നു അല്ലേ? ഇവിടെ ഫോട്ടോ പീരിയോഡിസത്തിന്റെ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ലീവ്സ് ആണ്. അതായത് ലീവ്സ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത് എത്ര എമൗണ്ട് ലൈറ്റ് കിട്ടി അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഡാർക്ക്നെസ് കിട്ടി എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നത് ലീവ്സിലുള്ള ചില ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. നമുക്കതിനെ ഫൈറ്റോക്രോംസ് എന്നൊക്കെ വിളിക്കാം. അപ്പൊ ഈ ഫൈറ്റോക്രോംസ് പ്രസന്റ് ആയിരിക്കുന്നത് എവിടെയാണ്? ലീവ്സിലാണ്. അപ്പൊ ആ ലീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റിനെയും അതുപോലെ ഡാർക്ക്നെസ്സിനെയും ഡിറ്റക്ട് ചെയ്യുന്നത്. സോ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ഓർ ഡാർക്ക് ഡ്യൂറേഷൻ ഏതാണ്? ലീവ്സ് ആണ്. ഇനി നമുക്ക് ഫോട്ടോ പീരിയോഡിസത്തിന്റെ ഒരു പിക്ചർ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടു ലൈറ്റ് ഡ്യൂറേഷൻ കൂടുതലാണോ അല്ലെങ്കിൽ ലൈറ്റ് ഡ്യൂറേഷൻ കുറവാണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ നമ്മളിപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ടല്ലേ അതിന് മുകളിലേക്ക് ലൈറ്റ് കിട്ടിയെങ്കിൽ അവർ ലോങ് ഡേ പ്ലാന്റ്സ്, അതിന് താഴേക്കാണ് ലൈറ്റ് കിട്ടിയെങ്കിൽ ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂവിനെ നമുക്ക് ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയാം. അപ്പോൾ ഈ പിക്ചർ നോക്കൂ. ഈ ഫസ്റ്റ് പിക്ചറിൽ ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിന് മുകളിലേക്ക് കണ്ടോ, എബോവ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ, മുകളിലേക്ക് ലൈറ്റ് കിട്ടുമ്പോഴാണ് ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്നത്. അതായത് അവരുടെ ലൈറ്റ് കിട്ടേണ്ടത് കൂടുതലാണ് അല്ലേ? ഇപ്പൊ ക്രിട്ടിക്കൽ വാല്യൂ, ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിനേക്കാളും കൂടുതൽ ലൈറ്റ് കിട്ടുമ്പോഴാണ് അവർ ഫ്ലവർ ചെയ്യുന്നത്. സോ അവർ എന്തായിരിക്കും? ലോങ് ഡേ പ്ലാന്റ്സ് ആയിരിക്കും. രണ്ടാമത്തെ പിക്ചർ നോക്കൂ. ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കുറവ് ലൈറ്റ് കിട്ടുമ്പോഴാണ് ഇവർ ഫ്ലവർ ചെയ്തത്. സോ ഇവരെന്താണ്? ഷോർട്ട് ഡേ പ്ലാന്റ് ആണ്. മൂന്നാമത്തെ പിക്ചർ നോക്കിക്കേ. എന്താ കൊടുത്തിരിക്കുന്നത്? ഫ്ലവറിങ് ആഫ്റ്റർ വെജിറ്റേറ്റീവ് മെച്യൂരിറ്റി. വെജിറ്റേറ്റീവ് ഗ്രോത്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എൻ്റർ ചെയ്തു. അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് ഓർ ഡാർക്ക്നെസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. അത്തരം പ്ലാന്റ്സ് ആണ് എന്ത്? ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ഇനി എന്താണ് പറയുന്നത്? A hormonal substance responsible for flowering migrates from leaves to shoot apices for inducing flowering only when the plants are exposed to the necessary inductive photoperiod. നമ്മൾ നേരത്തെ കണ്ടു ലോങ് ഡേ പ്ലാന്റ്സ് ആണെങ്കിൽ അവർക്ക് ഡേ ലെങ്ത് കൂടുതലായിരിക്കണം, അതുപോലെ നൈറ്റിന്റെ ഡ്യൂറേഷൻ കുറവായിരിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു പ്ലാന്റ് അവർ ഫ്ലവർ ചെയ്യുന്നത് എപ്പോഴാണ്? അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫോട്ടോ പീരീഡ് ലഭിച്ചതിന് ശേഷമാണ്. അങ്ങനെ അവർക്ക് വേണ്ട ഫോട്ടോ പീരീഡ് ആയി കഴിഞ്ഞെങ്കിൽ ഈ ലീവ്സിൽ ഒരു ഹോർമോണൽ സബ്സ്റ്റൻസ് ഉണ്ട്. അതിന്റെ പേരാണ് ഫ്ലോറിജിൻ. ഓക്കെ, ഈ ഫ്ലോറിജിൻ എവിടെയുണ്ട്? ലീവ്സിലുണ്ട്. ഇത് ലീവ്സിൽ നിന്നും ഷൂട്ട് എപ്പിസിസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ഷൂട്ട് എപ്പിക്സ് എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ഫ്ലോറൽ മെരിസ്റ്റമായിട്ട് മാറുകയും ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി എന്താണ് മെക്കാനിസം ഓഫ് ഫോട്ടോ പീരീഡിസം എന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് പെർസെപ്ഷൻ ബൈ ലീവ്സ് ആണ് അല്ലേ? ലീവ്സിൽ ഫൈറ്റോക്രോം പിഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? ഡേ ഡ്യൂറേഷൻ അതുപോലെ നൈറ്റ് ഡ്യൂറേഷൻ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുകയും ഈ ഫൈറ്റോക്രോംസ് എന്ത് ചെയ്യുന്നു? ദ റെഗുലേറ്റ് ഫ്ലവറിങ് ജീൻസ്. അതായത് ഫ്ലവറിങ് ലോക്കസ് ടി ജീൻസ് എന്ന് പറഞ്ഞൊരു ജീൻസ് ഉണ്ട്, FT ജീൻ. ഈ FT ജീൻ ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു.
അപ്പം വേണ്ട അത്രത്തോളം ഫോട്ടോ പീരീഡ് ആയി കഴിഞ്ഞെങ്കിൽ ഈ ഫൈറ്റോക്രോം സിസ്റ്റം എന്ത് ചെയ്യുന്നു? ദ റെഗുലേറ്റ് ഫ്ലവറിങ് ജീൻസ്. അപ്പോൾ ഫ്ലവറിങ് ജീൻസ് എന്ത് ചെയ്യുന്നു? സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ വഴി ഫ്ലവറിങ് ഇനീഷ്യേറ്റ് ചെയ്യിക്കുന്നു. ഇനി ഫോട്ടോ പീരീഡ്സത്തിൻ്റെയും വെർണലൈസേഷൻ്റെയും ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ. വെർണലൈസേഷൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? ബ്രീഡിംഗ് വിൻ്റർ ക്രോപ്പ് വെറൈറ്റീസ്. നമുക്കറിയാം വിൻ്റർ ക്രോപ്പ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ അവർ വിൻ്ററിൽ ലോ ടെമ്പറേച്ചേഴ്സ് എക്സ്പോസ്ഡ് ആയിട്ട് അടുത്ത സീസണിൽ എന്ത് ചെയ്യുന്നു? സ്പ്രിങ് ആകുമ്പോഴത്തേക്ക് ഫ്ലവർ ചെയ്യുന്നു. അപ്പോൾ അത്തരം വിൻ്റർ ക്രോപ്പ് വെറൈറ്റീസിൻ്റെ ബ്രീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് വെർണലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇൻക്രീസിങ് ഈൽഡ് ബൈ സിങ്ക്രണൈസിങ് ഫ്ലവറിങ്. അതായത് കറക്റ്റ് ടൈമിൽ ഫ്ലവർ ചെയ്താൽ മാത്രമേ നല്ല പോലെ എന്തുണ്ടാവുകയുള്ളൂ? പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് കംപ്ലീറ്റ് ആകണം എങ്കിൽ മാത്രമേ നല്ലപോലെ ഫ്ലവറിങ് ഉണ്ടായി നല്ലപോലെ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു? വെർണലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ഫോട്ടോ പീരിയോഡിസത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഫോട്ടോ പീരിയോഡിസം എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? അണ്ടർസ്റ്റാൻഡിങ് ക്രോപ്പ് സൈക്കിൾസ്. എങ്ങനെയാണ് ഓരോ ക്രോപ്പും എത്രത്തോളമാണ് അവർക്ക് വേണ്ട ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിൻ്റെ ഡ്യൂറേഷൻ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഓക്കെ. മാനിപ്പുലേറ്റിംഗ് ലൈറ്റ് കണ്ടീഷൻസ് ഇൻ ഗ്രീൻ ഹൗസസ്. ഗ്രീൻ ഹൗസസിലൊക്കെ വളർത്തുന്ന പ്ലാന്റ്സിന് ഈ ഫോട്ടോ പീരിയോഡിസത്തിൽ എങ്ങനെയാണ് എത്ര ഡ്യൂറേഷൻ ഓഫ് ലൈറ്റാണ് അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ ഓഫ് ഡാർക്ക്നെസ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ക്രമീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്